ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ഹെയർ ക്ലിപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്രോസ് സ്ക്രീൻ റിബൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ റിബൺ കട്ട് ചെയ്തിട്ട് അറ്റങ്ങളൊക്കെ ഉരുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറുള്ള റിബൺ നമ്മൾ ലീഫ് ഉണ്ടാക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു പിൻ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി വലിയ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ഫോൾഡിലായിട്ട് നമുക്ക് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു ഫോൾഡിലായിട്ട് ഇതുപോലെ ആദ്യം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള പീസിൽ ആ ഒരു പീസിനെ ഇതേപോലെ വെച്ചുകൊടുക്കണം. അപ്പം അറ്റങ്ങളൊക്കെ ഒപ്പം വരുന്ന തരത്തിൽ വേണം വെച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഈ ഒരു അറ്റം ഇതുപോലെ പിടിച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. മറ്റേ അറ്റം അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം വെച്ച പീസില്ലേ അതിൻ്റെ മുകളിലായിട്ട് വേണം ഈ ഒരു പീസ് വരാനായിട്ട് കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവും. ഇതേപോലെ വേണം വരാനായിട്ട്. ഒന്നൊന്നിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന തരത്തിൽ വേണം വരാനായിട്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ സാധാരണ മെഷീൻ നൂലാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ചുറ്റിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ നൂല്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നൂല് വലിക്കുമ്പോൾ നൂല് പൊട്ടിപ്പോവാതിരിക്കാനായിട്ടാണ് 4 ലെയറിൽ നൂലെടുക്കുന്നത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മളൊരു 8 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പീസിൽ ഒരു 4 സ്റ്റിച്ച് കൊടുക്കുക, രണ്ടാമത്തെ പീസിലും 4 സ്റ്റിച്ച്, അങ്ങനെ ടോട്ടൽ 8 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 3 സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞു. നാലാമത്തെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടില്ലേ ആ ഒരു മുകളിലേക്ക് കയറിയിരിക്കുന്ന പീസല്ലേ അതിൽ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ഇടാനായിട്ട്. ബാക്കി ഒരു 4 സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ നൂലിലൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു താമരപ്പൂവിൻ്റെ ഈ ഒരു ഷേപ്പിലേക്ക് ഈ ഒരു ഫ്ലവർ വരും കേട്ടോ. നമ്മൾ കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ കെട്ടിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് കെട്ടിട്ട് കൊടുക്കരുത് കേട്ടോ. ആ ഒരു നൂലുടെ ബൾക്കായിട്ട് കാണരുത്. അപ്പോൾ കെട്ടിടുമ്പോൾ കെട്ട് താഴെയായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സൈഡിലൊന്നും കെട്ടിടരുത്. സൈഡിലോ കെട്ടിടാണെങ്കിൽ കാണും കേട്ടോ, പുറത്തേക്ക് കാണും. അത് നിങ്ങൾക്ക് വീഡിയോ കുറച്ചുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പറയുന്നത്. അപ്പോൾ സൈഡിൽ ഇതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ബാക്കി വരുന്ന നൂല് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ 1-2 സ്റ്റിച്ച് കൊടുക്കുന്ന സ്റ്റിച്ച് അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്രീൻ കളറിലുള്ള ഈ ഒരു റിബൺ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ആ ഫോൾഡിൽ ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ ഇട്ടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈനില്ലേ ആ ഒരു ലൈന് വരെയുള്ള അകലം ഈ ഒരു അകലവും ഈക്വൽ ആയിരിക്കണം. ഈ ഒരു സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഭാഗത്തായിട്ട് നമുക്കൊരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ചെടുക്കാം. മറ്റേ വശം അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ സെൻറ്ററിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ലൈനില്ലേ ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു 4 സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നൂല് ഇതുപോലെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ചൊറിവുകളായിട്ട് വരും. ഒരു 2-3 ചുറ്റിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്ക് സൈഡിലായിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ലീഫ് കേട്ടോ. ഇതുപോലെ അലിഗേറ്റർ എടുത്തിട്ടുണ്ട്. അലിഗേറ്ററിലേക്ക് ഞാൻ ഒരു ഫ്ലവർ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നൂല് കാണുന്ന ഭാഗങ്ങളൊക്കെ മാക്സിമം കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പെയർ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഫ്ലവറിനെ ഒട്ടിച്ചെടുക്കാനായിട്ട്. ബാക്ക് സൈഡിലായിട്ട് ഒരു ലൈൻ പോലെയാണ് ഗ്ലൂ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ അലിഗേറ്ററിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പെയർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കി നോക്കണം കേട്ടോ.
എന്നിട്ട് ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുക്കാനായിട്ടുള്ളതാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു ലീഫിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഒരു നൂലുണ്ടല്ലോ, ആ നൂല് നമുക്ക് കവർ ചെയ്യണം. അതിനായിട്ട് ചെറിയൊരു റിബൺ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. റോൾ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. ആ ഒരു നൂല് കാണുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ റോൾ ചെയ്ത് വെച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ആ ഒരു ഫ്ലവറിലേക്ക് അതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഭാഗത്തായിട്ട് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഒരുപാട് കെട്ടിടാണെങ്കിൽ അത് പുറത്തേക്ക് നൂല് കാണുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ ചെയ്യുക. ആ ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും താഴ്ഭാഗമല്ലേ, ആ ഭാഗത്തും അതേപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പിലേക്കും ഗ്ലൂ ആവുന്ന തരത്തിൽ വേണം ഗ്ലൂ ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ലീഫിന് വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ, നമ്മളെ ഹെയർ ക്ലിപ്പ് സെറ്റ് ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ക്ലിപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറേ പണിയുണ്ടെന്ന് വിചാരിക്കും, പക്ഷേ നമുക്ക് അത് കാണുമ്പോൾ അല്ല മനസ്സിലാവും, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. സെയിൽ ചെയ്യാനാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക. കസ്റ്റമേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വർക്കായിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.